പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യദിനമാണ്. 1947 ഓഗസ്റ്റ് 15-നാണല്ലോ ഇന്ത്യ വിദേശ ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. എന്നാൽ ആ സ്വാതന്ത്ര്യം ഒരു ദിവസം കൊണ്ട് ലഭിച്ചതല്ല. പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങളുടെയും അനേകം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും ധീരമായ ചെറുത്തുനിൽപ്പുകളുടെയും ഫലമായാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യ സമരം ഒരു വ്യക്തിയുടെയോ ഒരു മതവിഭാഗത്തിൻ്റെയോ മാത്രം പോരാട്ടമായിരുന്നില്ല. മതത്തിൻ്റെയും ജാതിയുടെയും വ്യത്യാസങ്ങൾ മറികടന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഒരുമിച്ച് അതിൽ പങ്കെടുത്തു. ഗാന്ധിജിയുടെയും മറ്റു നേതാക്കളുടെയും നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം ഉൾപ്പെടെ നിരവധി പോരാട്ടങ്ങൾ രാജ്യത്ത് അരങ്ങേറി. ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ടും നയതന്ത്രപരമായും ഇന്ത്യൻ ജനത ശക്തമായി പോരാടി. അതുകൊണ്ട് സ്വാതന്ത്ര്യദിനം നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഐക്യത്തിൻ്റെ സന്ദേശം. ഇന്ത്യ ഒരു പൂന്തോട്ടം പോലെയാണ്. ഒരു പൂന്തോട്ടത്തിൽ പലതരം പൂക്കളുണ്ടാകും. അവയ്ക്ക് നിറവും രൂപവും മണവും വ്യത്യസ്തമായിരിക്കും. എന്നാൽ ആ വൈവിധ്യമാണ് പൂന്തോട്ടത്തിൻ്റെ സൗന്ദര്യം. അതുപോലെ പല മതങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ജാതികളും വിഭാഗങ്ങളും ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഈ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുകയല്ല, പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് അതിനിടയിൽ ഐക്യം നിലനിർത്തുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് ഇന്ത്യയുടെ മഹത്തായ പ്രത്യേകത. നമ്മുടെ ഭരണഘടനയും ഇതേ ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്ന് ഭരണഘടനയുടെ ആമുഖം പ്രഖ്യാപിക്കുന്നു. രാജ്യത്തെ ഓരോ പൗരൻ്റെയും അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിനാൽ ഒരു യഥാർത്ഥ ദേശസ്നേഹി തൻ്റെ അവകാശങ്ങൾ മാത്രം ചോദിക്കുന്നവനല്ല, മറ്റുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നവൻ കൂടിയാണ്. എൻ്റെ മതം എനിക്ക് പ്രിയപ്പെട്ടതാണ്, അതുപോലെ മറ്റൊരാളുടെ മതവും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതാണ്. എൻ്റെ വിശ്വാസത്തെ ഞാൻ ബഹുമാനിക്കുന്നത് പോലെ മറ്റൊരാളുടെ വിശ്വാസത്തെയും ബഹുമാനിക്കുമ്പോഴാണ് യഥാർത്ഥ സാഹോദര്യം ഉണ്ടാകുന്നത്. മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഭാഷയുടെ പേരിലും മനുഷ്യർ തമ്മിൽ അകന്നുപോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നാം ഓർക്കേണ്ടത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രമാണ്. നമ്മുടെ മുൻഗാമികൾ ഒരുമിച്ച് നിന്നപ്പോഴാണ് ഇന്ത്യ സ്വതന്ത്രമായത്. മഹാത്മാഗാന്ധിയും മറ്റു നേതാക്കളും മതത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറമുള്ള സൗഹൃദത്തിനും സാഹോദര്യത്തിനും പ്രാധാന്യം നൽകിയിരുന്നു. കൊൽക്കത്തയിലെ കലാപകാലത്ത് മുസ്ലിം സഹോദരങ്ങളെ കൊല്ലുന്നതിന് പകരം തന്നെ വെടിവെക്കണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ട ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് നാം സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം വാർഷികം ആഘോഷിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം. സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന വിശപ്പിൽ നിന്ന് മനുഷ്യന് സ്വാതന്ത്ര്യം വേണം, ദാരിദ്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം, അജ്ഞതയിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം, അനീതിയിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം, വിദ്വേഷത്തിൽ നിന്നും വർഗീയതയിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കണം. രാജ്യത്തിൻ്റെ യഥാർത്ഥ പുരോഗതി അളക്കേണ്ടത് വലിയ കെട്ടിടങ്ങളുടെയും റോഡുകളുടെയും എണ്ണത്തിൽ സാധാരണക്കാരന് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ, ചികിത്സ ലഭിക്കുന്നുണ്ടോ, സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ, വിശപ്പില്ലാതെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടോ? ഇവക്കും ഉത്തരം കണ്ടെത്തണം. അതുകൊണ്ട് രാജ്യസ്നേഹം പതാക ഉയർത്തുന്നതിലും മുദ്രാവാക്യം വിളിക്കുന്നതിലും മാത്രം ഒതുങ്ങരുത്. നാം ചെയ്യുന്ന ഓരോ നല്ല കാര്യവും രാജ്യസേവനമാണ്. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് രാജ്യസേവനമാണ്. നിയമം പാലിക്കുന്നത് രാജ്യസേവനമാണ്. അർഹതപ്പെട്ടവരെ വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ളവരോട് സൗഹാർദ്ദത്തോടെ പെരുമാറുന്നത് രാജ്യസേവനമാണ്. നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല മൂല്യങ്ങളും നൽകുന്നതും രാജ്യസേവനമാണ്. പ്രിയമുള്ളവരെ, സ്വാതന്ത്ര്യത്തിനായി നമ്മുടെ പൂർവികർ അവർ നമുക്ക് കൈമാറിയ ഇന്ത്യയെ നാം വെറുപ്പിൻ്റെയും വിഭജനത്തിൻ്റെയും നാടാക്കരുത്. അത് സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും നാടായി നാം നിലനിർത്തണം. ഇന്ന് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നാം ഇന്ത്യയുടെ ഐക്യം കാത്തു സൂക്ഷിക്കും. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ തമ്മിൽ അകറ്റില്ല. മറ്റുള്ളവരുടെ അവകാശങ്ങളെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കും. രാജ്യത്തിൻ്റെ നിയമങ്ങളും ഭരണഘടനയും മാനിക്കും. നമ്മുടെ കഴിവിനനുസരിച്ച് രാജ്യത്തിൻ്റെ പുരോഗതിക്കായി നമ്മുടെ പൂർവികർ ത്യാഗത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി വരും തലമുറകൾക്ക് സമാധാനവും സൗഹാർദ്ദവും നിറഞ്ഞ ഒരു ഇന്ത്യയെ കൈമാറാൻ നമുക്ക് സാധിക്കട്ടെ. സ്വാതന്ത്ര്യം നിലനിൽക്കട്ടെ, ഐക്യം നിലനിൽക്കട്ടെ, സൗഹാർദ്ദം നിലനിൽക്കട്ടെ, നമ്മുടെ ഇന്ത്യ തന്നെ നിലനിൽക്കട്ടെ. ജയ് ഹിന്ദ്.